കാലാവസ്ഥ വിശേഷങ്ങളിലേക്ക് വരുമ്പോഴേ കേരളത്തിൽ കാലവർഷം എത്തുന്നതിന് മുമ്പേ തന്നെ മഴ ശക്തമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ജില്ലകളിലും ശക്തമായ മഴ ലഭിച്ചിരുന്നു. പലയിടത്തും മഴയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മങ്കടയിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട് പരിശോധിച്ചാൽ 2 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലേക്കാണ്, തിരുവനന്തപുരവും കൊല്ലവും 2 ജില്ലകളിലാണ് അടുത്ത 3 മണിക്കൂറിലേക്ക് ഈ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് ആണ് എങ്കിലും ഒറ്റപ്പെട്ട നേരിയ മഴയൊക്കെ ലഭിച്ചേക്കും. കാരണം ഇന്നലെയും നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ഏറെക്കുറെ ഇങ്ങനെ ഗ്രീൻ അലേർട്ട് ആയിരുന്നു. പക്ഷേ എങ്കിലും വൈകുന്നേരത്തോടു കൂടിയപ്പോഴത്തേക്കും സീൻ ആകെ മാറി നല്ല മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് മഴ സാഹചര്യം എല്ലാവരും പ്രതീക്ഷിക്കണം. കേരളത്തിൽ മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലുള്ളത്. പക്ഷേ അലേർട്ട് ഇല്ലെന്നേ ഉള്ളൂ. അതേസമയം അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാനത്തേക്ക് മഴ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിലും കേരള തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്കൊന്നുമില്ല. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ജില്ലകളിലെ കാലാവസ്ഥ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് ഇന്നിപ്പം പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും. ശക്തമായ ഒറ്റപ്പെട്ട മഴ ലഭിക്കും. ജില്ലയിൽ ഇന്ന് അനുഭവപ്പെടുന്ന ഉയർന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. കനത്ത വേനൽ മഴ ലഭിക്കുന്ന എറണാകുളം ജില്ലയിൽ ഭാഗികമായി മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. ജില്ലയിൽ മഴ മുന്നറിയിപ്പില്ലെങ്കിലും ചിലയിടങ്ങളിൽ നേരിയ മഴ ലഭിച്ചേക്കും. ശക്തമായി കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. എറണാകുളത്തെ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചൂടൊക്കെ നല്ല കുറഞ്ഞു. 32 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റുന്ന സഹിക്കബിൾ ആയിട്ടുള്ള ചൂട് ആണ്. അപ്പോൾ അതുകൊണ്ട് താപനിലയൊക്കെ മഴ പെയ്തതോടുകൂടി എല്ലാ ജില്ലകളിലെയും പൊതുവെയുള്ള താപനിലയൊക്കെ അങ്ങ് കുറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില, കുറഞ്ഞത് 25 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോടും താപനിലയൊക്കെ കുറഞ്ഞു. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ താപനില. ഇന്നലെ 34 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, ഇന്ന് 35 ഡിഗ്രി സെൽഷ്യസ്. അവിടെ 25 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില. ജില്ലയിൽ മഴ മുന്നറിയിപ്പൊന്നുമില്ല. പക്ഷേ എങ്കിലും ഈ മലയോര മേഖലയിൽ ചാറ്റൽ മഴ ലഭിച്ചേക്കും. മാത്രമല്ല മലയോര മേഖലയിലുള്ളവർ കുറച്ച് ജാഗ്രത കൂടി പാലിച്ചേക്കണം. കണ്ണൂരിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് മഴ മുന്നറിയിപ്പ് ഒന്നുമില്ല. ജില്ലയിലെ കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിലും നേരിയ മഴ ലഭിച്ചേക്കുമെന്ന സൂചനകൾ ഉണ്ട്. അപ്പോൾ ഇതാണ് സംസ്ഥാന